ശബരിമലയിൽ തീർത്ഥാടന തിരക്ക് തുടരുകയാണ്. ഇന്നലെ 80,000-ന് മുകളിൽ ഭക്തരാണ് സന്നിധാനത്തെത്തിയത്. ഇന്ന് നട തുറന്നത് മുതൽ വലിയ തിരക്കാണ് സന്നിധാനത്ത്. MG പ്രതീഷ് ഉണ്ട് ഇപ്പോൾ ശബരിമല സന്നിധാനത്ത്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് വിവരങ്ങൾ പ്രതീഷ്? ഉന്മേഷ്, ഗുഡ് മോർണിംഗ്. ശബരിമല സന്നിധാനത്ത് തീർത്ഥാടന തിരക്ക് തുടരുകയാണ്. വലിയ തീർത്ഥാടകരുടെ ഒഴുക്ക് ശബരിമലയിലേക്കുണ്ട്. ഇന്നലെ 80,000-ന് മുകളിൽ തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. 70,000 തീർത്ഥാടകർക്ക് വെർച്വൽ ക്യൂ വഴിയും ബാക്കി തിരക്കനുസരിച്ച് സ്പോട്ട് ബുക്കിംഗുമാണ് നിലവിൽ ശബരിമലയിൽ അനുവദിക്കുന്നത്. ഈ 70,000 തീർത്ഥാടകർ എത്തിയാലും അതിനുശേഷം വരുന്ന തീർത്ഥാടകരുടെ എണ്ണം പരിഗണിച്ചായിരിക്കും കൃത്യമായി തിരക്ക് നിയന്ത്രിക്കുന്നത്. നിലയ്ക്കലാണ് സ്പോട്ട് ബുക്കിങ്ങിനുള്ള ക്രമീകരണം നിലവിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പമ്പയിലെയും സന്നിധാനത്തെയും തിരക്ക് പരിഗണിച്ചുകൊണ്ട് കൂടുതൽ സ്പോട്ട് ബുക്കിംഗ് അനുവദിക്കാനാണ് നിലവിൽ ദേവസ്വം ബോർഡിന്റെയും പോലീസിന്റെയും തീരുമാനം. ആ തരത്തിലാണ് ഇന്നലെ 80,000-ന് മുകളിൽ തീർത്ഥാടകരുടെ എണ്ണം പോയിട്ടുള്ളത്. പക്ഷേ അത്രത്തോളം തീർത്ഥാടകർ എത്തിയാലും വലിയ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ തീർത്ഥാടകർക്ക് അനുഭവപ്പെടുന്നില്ല. നിയന്ത്രണ വിധേയമാണ് നിലവിൽ തിരക്ക്. ഒപ്പം തീർത്ഥാടകർക്ക് സുഗമമായ ദർശനം ശബരിമലയിൽ സാധ്യമാകുന്നുണ്ട്. ഈ കൂടുതൽ തീർത്ഥാടകർ വരും ദിവസങ്ങളിലും ശബരിമലയിൽ എത്തും എന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ നടപ്പന്തൽ തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിട്ടുണ്ട്. മരക്കൂട്ടം വരെയുള്ള ഭാഗങ്ങളിൽ തീർത്ഥാടകരെ നിയന്ത്രിച്ചുകൊണ്ടാണ് സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത്. വളരെ സംതൃപ്തിയോടുകൂടിയാണ് തീർത്ഥാടകർ ഇവിടെ നിന്ന് മടങ്ങുന്നത്. മറ്റ് പരാതികളൊന്നും തന്നെ നിലവിൽ തീർത്ഥാടകർക്കില്ല. അങ്ങനെ കുറ്റമറ്റ രീതിയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം മുന്നോട്ട് പോവുകയാണ്. ശരി, MG പ്രതീഷാണ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.